മാന്യനായ അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി ഹാജി വെട്ടിയാട്ടിൽ, ഉദ്ഘാടകൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ ശരീം ഐദി തങ്ങൾ, എം എ ഖാദർ സാഹിബ്, ബക്കർ ചർണൂർ, അനീഫ മൂന്നിയൂർ, സയ്യിദ് അലവി സാഹിബ്, എൻ എൻ മലബർ സദാത്ത്, പി പി മുനീർ മാസ്റ്റർ, നാസർ മാസ്റ്റർ ബംബാല, പി പി സാഖ് മാസ്റ്റർ, എൻ്റെ മാന്യ സ്നേഹിതനും മുഖ്യ പ്രഭാഷണം നടത്തിയ കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗിൻ്റെ ട്രഷറർ ബഹുമാന്യ ബംഗർ റഷീദ് ബംഗടം, എനിക്ക് ശേഷം ഇവിടെ വളരെ ശക്തമായി മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ സുദീർഘമായി ഇവിടെ പ്രതിപാദിക്കാൻ എത്തിയിട്ടുള്ള ബഹുമാനൻ്റെ നേതാവും ബഹുമാനായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, അബൂക്കർ ഹാജി, കുഞ്ഞു മുഹമ്മദ് ഹാജി, ഇ കെ കലാമുദ്ദീൻ ഹാജി, പി പി ആലിക്കുട്ടി ഹാജി, ഷാദി അലി എന്ന കുഞ്ഞു, മറ്റു പ്രതിനിധി KMCCയുടെ CBC, പി പി അജ്നാസ്, പ്രതിനിധി ദുബായ് KMCC, സൈഫുദ്ദീൻ വെമ്പാല തുടങ്ങിയ സൈഫുൽ ഇസ്ലാം സ്വാഗത പ്രാസംഗികർ, നല്ലവരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ധാരാളം ആളുകൾ ഇവിടെ പ്രസംഗിച്ചു. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോയാൽ ബഹുമാനായ രാങ്ങാട്ടൂരിൻ്റെ സമയം ഞാൻ കവർന്നെടുക്കും. അപ്പം അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയണില്ല. ഞാൻ ഇനി ഇവിടെ വരേണ്ടി വരും, മൂപ്പരും വരേണ്ടി വരും. അപ്പോൾ യാതൊരു സംശയമില്ല, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇവിടെ മതേതരത്വ ജനാധിപത്യം പ്രസംഗിക്കുന്നത് പോലെ പ്രാവർത്തികമാക്കുന്ന ഏക പാർട്ടി. പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് തുറന്നു പറയാൻ യാതൊരു സംശയവുമില്ല. പ്രസംഗിക്കുന്നത് പോലെ പ്രാവർത്തികമാക്കാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിക്കും. ഒട്ടനവധി ഉത്തമ ഉദാഹരണങ്ങൾ അതിൽ നമുക്ക് രാജ്യത്ത് തുറന്നു കാണിക്കാൻ സാധിക്കും. 948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിലെ രാജാദി ഹാളിൽ വെച്ച് മഹാനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രൂപം നൽകിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 67ന്റെ നിറവിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത്. 67 വർഷമായി ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പേരിട്ടിട്ട് ഇന്നേ വരെ മാറ്റിയിട്ടില്ല. ഈ ദുനിയാവ് ഉള്ളിടത്തോളം കാലം ആ പേര് മാറ്റാൻ ഞങ്ങൾ തയ്യാറുമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു സമുദായത്തിന്റെ പാർട്ടിയിൽ, ഒരു സമുദായത്തിന്റെ പേരുള്ള പാർട്ടി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ്. വേറൊരു സമുദായത്തിന്റെ പേരും രാഷ്ട്രീയ പാർട്ടി ഇല്ല. സമുദായത്തിന്റെ പേര് ധാരാളം രാഷ്ട്രീയ സാമുദായിക സംഘടനകളുണ്ട്. രാഷ്ട്രീയ പാർട്ടി കേരളത്തിലും ഇന്ത്യയിലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മതേതരത്വം പേര് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് മതേതരത്വം തെളിയിക്കൊണ്ടത്. ISS എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സ്വയം സേവക സംഘാണ്. RSS എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘാണ്. അതിൽ ഹൈന്ദവന്റെ നാമമില്ല, പക്ഷേ അതിന്റെ പ്രവർത്തനം മുഴുവനും വർഗീയ പ്രവർത്തനമാണ്. ISSന്റെ പ്രവർത്തനം മുഴുവനും വർഗീയ പ്രവർത്തനമാണ്. NDFന്റെ പ്രവർത്തനം മുഴുവനും വർഗീയ പ്രവർത്തനമാണ്. അത് മുസ്ലിം ലീഗ് ഗൗരവമായി കാണുന്നു. ഈ രാജ്യത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, ജാതി മത വ്യത്യാസമില്ല, എല്ലാ സമുദായങ്ങളും ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ഞാൻ പറയുന്നത്. ഞാനൊരു പട്ടികജാതിക്കാരനാണ്, ഞാനൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. കഴിഞ്ഞ 36 കൊല്ലമായി പാണക്കാട്ടെ കുടുംബത്തിന്റെ പിന്നാലെ പച്ചക്കൊടിയും പിടിച്ച് മുന്നോട്ട് പോകുന്നു. അത് മരിക്കുന്നത് വരെ ആ കൊടി പിടിച്ച് അതിലെ മരിച്ചു പിരിയൂ എന്ന ദാഢ്യനിശ്ചയത്തോടു കൂടിയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി മുന്നോട്ട് പോകുന്നത്. എന്താ കാരണം? ഞങ്ങളുടെ സമുദായത്തെ പട്ടികജാതിക്കാരെ ഐത്തമില്ലാതെ ഞങ്ങളെ കൂടെ കിടക്കാനും തോളിൽ പിടിക്കാനും ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനും വൈമനുഷ്യം കാണിക്കാത്ത ഒരു സമുദായമുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായം മാത്രമാണ്, അത് ലീഗ് മാത്രമാണ് എന്ന് തുറന്നു പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. എനിക്കറിയാം 36 കൊല്ലത്തെ സർവീസ് ഇന്ന് എനിക്ക് മുസ്ലിം ലീഗ്. ഞാൻ 15ാമത്തെ വയസ്സിൽ MSF ചെന്നതാണ്. 36 കൊല്ലമായി ഈ പാർട്ടിയുടെ പിന്നാലെ പോകുന്നു. മുസ്ലിം ലീഗ് സിന്ദാബാദ് വിളിച്ചിട്ട് എന്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് യാതൊരു വ്യതിചലനം ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ കാടാമ്പുഴ പൊതുയോത്ത് പ്രസംഗിക്കാൻ പോയി. ഞാൻ പോകുന്നത് കാടാമ്പുഴ ക്ഷേത്രത്തിന് മുന്നിൽ കൂടെ. ഞാൻ അവിടെ നിർത്തി, ഗസ്റ്റ് ഹൗസിൽ എൻ്റെ വണ്ടി നിർത്തി, ഞാൻ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ മുണ്ടും പൊതിച്ചിട്ട് നേരെ ആ ഭഗവതിയുടെ മുമ്പിലേക്ക് തൊഴുതിട്ട് തിരിച്ച് വരുമ്പോൾ വഴിക്ക് ധാരാളം ആളുകൾ, ആ ക്ഷേത്ര സെക്യൂരിറ്റികളടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവനും എന്നെ കാത്തു നിൽക്കും. ഞാൻ ചോദിച്ചു എന്താ കാരണം?
സർ, നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളൊന്ന് വിളിച്ചു പറയേണ്ടി വരുമ്പോൾ നിങ്ങളൊന്ന് പോകുമ്പോൾ പറയണ്ടേ ഞങ്ങളിവിടെ അല്ലാതെ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ വന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ല, ഭഗവതിയെ തൊടാൻ ഒരു സെക്യൂരിറ്റി മണ്ട. എന്റെ നേതാവ് പാണക്കാട് തങ്ങന്മാര് പോലീസും പട്ടാളും ഇല്ലാതെ പള്ളിയിൽ പോകുന്ന പോലെ ഞാനും ക്ഷേത്രത്തിന്റെ സെക്യൂരിറ്റി ഇല്ലാതെ ഞാനും ക്ഷേത്രത്തിലേക്ക് പോകും. അതാണ് എന്റെ വിശ്വാസം. കാടാമ്പുഴ ഭഗവതിയെ തൊഴാൻ പോലീസിന്റെ ആവശ്യമില്ല, ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിക്കാരന്റെ ആവശ്യമില്ല. ദേവിയുടെ മുമ്പിൽ എന്റെ കാര്യങ്ങൾ പറയാൻ, തുറന്നു പറയാൻ, മനസ്സ വാച കർമ്മണ എന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് സെക്യൂരിറ്റിക്കാരൻ അവർ തിരിച്ചു വരുമ്പോൾ അവർ ഒന്നായിട്ട് വളഞ്ഞ് എന്നെ ഓഫീസിനകത്ത് കൊണ്ടുപോയി സ്വീകരിച്ചു. ഒരു പാക്കറ്റ് കഠിന പായസം തന്നു, പ്രസാദം തന്നു. ഞാൻ എന്റെ വീട്ടിലെത്തിച്ചു. ഞാൻ ചോദിക്കട്ടെ, വൈമനുഷ്യമില്ലാതെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ആരെയും പേടിക്കണ്ട, എനിക്ക് എന്റെ പ്രസ്ഥാനം പരിപൂർണ അനുമതി, ആരെയും കാണണ്ട. ഇവിടെ പല പാർട്ടിക്കാരും പറഞ്ഞ പകല് കോൺഗ്രസ്, രാത്രി BJP ആണ്. പലരും പറഞ്ഞു, പല പാർട്ടിക്കാരെ കുറിച്ച് ഇരിക്കാരെ ക്ഷേത്രത്തിൽ പോയ പല ആൾക്കാരും, ഞാൻ ഏതാ പാർട്ടി ഞാൻ പറഞ്ഞില്ല, പകല് കോൺഗ്രസ്, പകല് രാത്രി BJP ആണ്. ഞാൻ കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറയും, BJP-ക്കാരും പറയും, BJP-ക്കാരാണെന്ന് പറയും. അങ്ങനെ ധാരാളം ആളുകളെ മോശമായി ചിത്രീകരിക്കുന്ന കാലഘട്ടങ്ങൾ അവിടെയാണ്. മുസ്ലിം ലീഗ് എന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഹൈന്ദവനെ സംബന്ധിച്ച, പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ മാത്രമേ ഈ സമുദായത്തിന് സാധിക്കൂ. ഏതിന്റെ പ്രശ്നം, ഏത് ഈ സമുദായത്തിന് എല്ലാ കാര്യത്തിലും എവിടെയായാണ് ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ പുറത്താണ് പട്ടികജാതിക്കാരൻ. എവിടെയും അകത്ത് കയറ്റുന്ന ഒരു സമ്പ്രദായമില്ല. അത് നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോരുന്ന കാലഘട്ടമാണ്. പക്ഷെ ഇപ്പോ പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഏതോ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷ സമുദായമായി വളരുക മാത്രമാണ് മലപ്പുറം ജില്ലയിൽ. അതുകൊണ്ട് ഹിന്ദു സമുദായം ഭൂരിപക്ഷ സമുദായം യോജിക്കണമെന്ന് ചില ആളുകൾ പറഞ്ഞു നടക്കുന്നു. ആരാണ് ഈ ഭൂരിപക്ഷം? ഒരാൾ പറഞ്ഞു, നായാടി മുതൽ കള്ളാടി മുതൽ നമ്പൂതിരി വരെ. എന്തിനാ യോജിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോ അതെനിക്ക് പറയാൻ അറിയില്ല. നായാടി മുതൽ നമ്പൂതിരി മുതൽ കള്ളാടി വരെ യോജിക്കേണ്ട അതിക്രമം കഴിഞ്ഞിരിക്കുന്നു. എവിടെ? കേരളത്തില്, വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പട്ടികജാതിക്കാരന്, ഇവിടുത്തെ ഹൈന്ദവന് എന്താണ് മലബാറിന്റെ മലപ്പുറത്തിന് പ്രയാസമുള്ളത്? എന്ത് പ്രയാസമാണുള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പ്രയാസമാണ്? പക്ഷേ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് അനുഭവിക്കുന്നത് പോലെ ഒരു സമുദായത്തിനും ഇത്ര നീചമായ കഠിനമായ പ്രഹരം ഏൽക്കുന്ന ഒരു സമുദായം ഇന്ത്യയിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്ന അവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്തെ മതേതരത്വം തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലെ നമ്മൾ പറഞ്ഞത്? നായാടിയും നമ്പൂതിരിയും കള്ളാടിയും യോജിക്കേണ്ട ആർക്കെതിരെ? മുസ്ലിങ്ങൾക്കെതിരെ. ആരാണ് ഭൂരിപക്ഷ സമുദായം? ഞങ്ങളാണ്, പട്ടികജാതിക്കാരാണ്. ആ പട്ടികജാതിക്കാര് ഒരുമിച്ച് യോജിക്കേണ്ട ആർക്കെതിരാ? ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ. എന്തിനാണ് എതിർക്കേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ അറിയാത്ത ആളുകൾ ഇവിടെ ആരുണ്ടാവില്ല. ഹിന്ദുക്കളുണ്ടാവില്ല, മുസ്ലിങ്ങളുണ്ടാവില്ല. എല്ലാവർക്കും ഒരു പരിധി വരെ എനിക്കറിയാം, അല്ലേ? എന്തിനാണ് മുസ്ലിങ്ങളെ പട്ടികജാതിക്കാർ എതിർക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ്? എന്ത് കാര്യത്തിന്? ഞാൻ ചോദിക്കുക, അടുത്ത കാലത്തായി ഒരുപാട് ക്ഷേത്ര കമ്മിറ്റികളിലേക്ക് പട്ടികജാതിക്കാരെ കൊണ്ടുപോകുക, ഒരുപാട് ആളുകളെ. എന്താണ് കാരണം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാലത്ത് അങ്ങോട്ട് ചവിട്ടാൻ, ഇറങ്ങാൻ, ഒന്ന് കൈ തൊഴാൻ, ഇറങ്ങിച്ചെല്ലാൻ, കമ്മിറ്റിയിലെടുക്കാൻ വൈമനുഷ്യം കാണിച്ചവർ ഇന്ന് പല സ്ഥാനങ്ങളും നൽകി അവരെ ആദരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ഇവിടെ സമ്പന്നരാകുന്നു. പട്ടികജാതിക്കാർ വിദ്യാഭ്യാസപരമായി, സാമൂഹ്യപരമായി, സാമ്പത്തികമായി ഈ പട്ടികജാതി വളരുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിഭാഗത്തിനും ഇവര് മുസ്ലിങ്ങളെ കൂടെ, മുസ്ലിം ലീഗിനെ കൂടിയാൽ ഞങ്ങൾക്ക് അപകടമുണ്ടാകുമെന്ന് മറ്റു സമുദായങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന അപകടകരമായ സ്ഥിതിവിഷയം അതിന് BJP നേതൃത്വം, RSS നേതൃത്വം കൊടുക്കുന്നു. ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വിദ്യാഭ്യാസം, എന്റെ മക്കളെ വിദ്യാഭ്യാസം എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചത് ലീഗ് കൊണ്ടാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൽ പറഞ്ഞു, പഠിക്കുക, വീണ്ടും പഠിക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ ദരിദ്രരായ പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് പഠിക്കാൻ വസ്ത്രം വാങ്ങാൻ, പുസ്തകം വാങ്ങാൻ ആദ്യമായി ലംസം ഗ്രാന്റ് കൊടുത്തത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരെയും കണ്ടില്ല ഞങ്ങള്. ഇപ്പൊ ഹിന്ദുക്കളെ ഒന്നാക്കാൻ, ഒരുമിച്ച് കൂട്ടി ഒരു ഭാഗത്ത് ചേർക്കാൻ പലവരും നേതൃത്വം കൊടുക്കുന്നു. എന്തിന്റെ പേരിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ്, ഞാൻ മുസ്ലിം ലീഗുകാരാണ്. എന്റെ നേതാവ് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളാണ്. ഞാൻ എന്റെ വിശ്വാസപ്രമാണം, ഞാൻ ഒരുപാട് പ്രാവശ്യം കളിയാട്ടക്കാവിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആ കുതിരയുമായിട്ട് വരുമ്പോ മുട്ടിച്ചിറ പള്ളിക്ക് ദക്ഷിണിടാത്ത ഹിന്ദുക്കൾ, പട്ടികജാതിക്കാർ ആരുമില്ല. ആ കളിയാട്ടക്കാവിലേക്ക് ആ പട്ടികജാതിക്കാരല്ലാത്ത ഏത് സമുദായം, ഭൂരിപക്ഷ ഏത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആരാണ് അതിന്റെ കൂടെ പോരുന്ന ആളുകൾ ആരെന്ന് എനിക്കറിയാലോ.
അല്ലേ? ഈ സമൂഹത്തെ പ്രത്യേകം തരംതിരിച്ച് പ്രത്യേക കോലത്തിലാക്കി അവരെ ഭിന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പട്ടികജാതിക്കാർ വിദ്യാഭ്യാസപരമായി വളരണം, സാമ്പത്തികമായി വളരണം, സാംസ്കാരികമായി വളരണം. ഞാൻ പട്ടികജാതിക്കാരനാണ്, ഞാൻ കണക്കനാണ്, ചെറുമനാണ് എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം. അങ്ങനെ പറയാൻ ഇവിടെ ആരും ഒരു വാലും കൂട്ടാത്തൊരു സമുദായം പട്ടികജാതി മാത്രമാണ്, പട്ടികവർഗക്കാർ മാത്രമാണ്. മറ്റെല്ലാ ഉന്നത കുല സമുദായക്കാരും അവന്റെ വാല് ചൂട്ടിയിട്ടേ പോകുള്ളൂ. ശങ്കരൻ നമ്പൂതിരി, ഗോപാലകൃഷ്ണൻ നായർ, പട്ടർ, അങ്ങനെ പോയിട്ട് പിള്ള, എല്ലാവരും ആരും മറച്ചു വെക്കുന്നില്ല. അതാത് സമുദായത്തിന്റെ ഉച്ചേഷ്ടരം. ഇവ ചെറുപ്പക്കാരും സബ് ഇൻസ്പെക്ടർമാരെ പേര് നിങ്ങൾ ആ നെയിം ബോർഡിൽ വായിക്കണം. ഒക്കെ നായരും നമ്പൂതിരിയും പിള്ളയുമായി ഇറങ്ങി വരുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാർ. പട്ടികജാതിക്കാരെ ഒരു ജാതി, അവൻ IAS ആയാലും IPS ആയാലും അവന്റെ ജാതി അതിന്റെ പുറകിൽ എഴുതാൻ തയ്യാറല്ല. എന്താ കാരണം? അവരത് എഴുതാൻ സാധിക്കില്ല. അതിനെഴുതേണ്ടത് തമ്പുരാക്കന്മാർക്ക് മാത്രമാണ് അവകാശം. പോകണം, വിശ്വാസം വേണം, ക്ഷേത്രത്തിൽ പോകണം. അവനവന്റെ കാര്യങ്ങൾ. സ്വന്തം ക്ഷേത്രം നന്നാക്കാത്തവൻ ദൂരെ പോയിട്ട് ഒരു ക്ഷേത്രം പുഷ്ടിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്റെ കുടുംബക്ഷേത്രം നന്നാക്കാതെ വേറൊരു ക്ഷേത്രം പോയി നന്നാക്കിയിട്ട് ഒരു ഗുണവും കിട്ടൂല. സ്വന്തം കുടുംബത്തിന്റെ ക്ഷേത്രം, സ്വന്തം സമുദായത്തിന്റെ ക്ഷേത്രം, സ്വന്തം വിഭാഗത്തിന്റെ പള്ളി ശ്രമിക്കാതെ പുനർപ്പിക്കാതെ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരെ എതിർക്കാൻ വേണ്ടി ഒരു വിശ്വാസ പ്രമാണം നമുക്ക് ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഹൈന്ദവ സമൂഹത്തെ, ഇസ്ലാമിക സമുദായത്തെ കൈവിടിഞ്ഞ് ഹിന്ദു സമൂഹത്തെ, പ്രത്യേകിച്ച് പട്ടികജാതിക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഹൈന്ദവനും ഇസ്ലാമിനെ കൈവടിഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഒരുപാട് ഉദാഹരണം ഉദാഹരണം പറയാൻ സാധിക്കും. ഒന്ന്, എന്നോടൊരു ഹിന്ദു പ്രവർത്തകൻ ചോദിച്ചു, മുസ്ലിം ലീഗിന്റെ ചന്ദ്രക്കലി നക്ഷത്രവും പാകിസ്ഥാന്റെ ചിഹ്നമല്ല എന്ന്. ഒരർത്ഥത്തിൽ ഞാൻ സമ്മതിച്ചു. തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, ചന്ദ്രക്കല പാകിസ്ഥാന്റെ ചിഹ്നമാണ്. ഞാൻ സമ്മതിച്ചു. ആ ചന്ദ്രക്കല പ്രത്യേകത എന്താ? റമദാൻ ഒന്ന് പറയുന്നത്, കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടത് കൊണ്ട് റമദാൻ 1 ഇത്രാം തീയതി ആയിരിക്കുമെന്ന് പാണക്കാട് എന്ന് പറഞ്ഞു. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു. അതുപോലെ പെരുന്നാൾ പറഞ്ഞു. നമ്മുടെ നബിദിനം ഇത്രാം തീയതിയാണെന്ന് പ്രഖ്യാപിക്കുമ്പോ അതേ ചന്ദ്രനെ ഞാനടക്കമുള്ള ആയിരക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ കൈകൂപ്പി ശംഭോ മഹാദേവ പരമേശ്വര ഭഗവാനെ സർവേശ്വര എന്ന് തൊഴാത്തവരാരാ ഉള്ളത്? ആ ചന്ദ്രനേതാ? ലീഗിന്റെ കുടിലെ ചന്ദ്രൻ പാകിസ്ഥാന് ചിഹ്നം, ആകാശുദിച്ച ചന്ദ്രൻ പാകിസ്ഥാന ചിഹ്നൻ. ശംഭോ മഹാദേവ, ഓം ശിവായ നമ ശിവായ, ഓം ശിവായ ശങ്കര, ശശിധരനെ സുന്ദരേശ, ഓം ശിവായ ശങ്കര. ഭഗവാൻ ശങ്കരന്റെ ജട വളർന്നത് മുകളിലേക്കാണ്. ആ ഭഗവാൻ ശിവന്റെ അദ്ദേഹത്തിന്റെ മുടി ജടയുടെ മുകളിൽ ഒരു ചന്ദ്രക്കലയുണ്ട്. അത് പാകിസ്ഥാന്റെ ചിഹ്നമാണ് ചോദിച്ചപ്പോ അല്ല എന്ന മറുപടിയാണ് ആ പ്രവർത്തകന്റെ ഭാഗത്ത് എനിക്ക് കിട്ടിയത്. ചന്ദ്രൻ ഒഴിവാക്കാൻ, അത് പാകിസ്ഥാന്റെ ചിഹ്നമല്ല, അത് ഹിന്ദുവിന്റെ ഇസ്ലാമിക ഹൈന്ദവനെ തൊഴാനുള്ള ചിഹ്നമാണ്, ഇസ്ലാമിക ചിഹ്നമല്ല. അത് ലോകത്തെ ജനസംഘങ്ങളുടെ ചിഹ്നമാണ് ചന്ദ്രക്കല. ഇത് കളവല്ല. എന്റെ വീട്ടിലുണ്ട് പരമശിവന്റെയും പാർവതിയുടെയും ഫോട്ടോ. ആ ഭഗവാൻ പരമശിവന്റെ ജടയുടെ മുകളിൽ ഒരു ചന്ദ്രക്കലയുണ്ട്. അതെങ്ങനെ പാകിസ്ഥാന് ചിഹ്നമാകുന്നത്? എങ്ങനെ ഈ ചന്ദ്രക്കല പാകിസ്ഥാന് ചിഹ്നമാകുന്നത്? ഒഴിവാക്കാൻ സാധിക്കില്ല. എന്ത് പറഞ്ഞാലും, കണ്ണടച്ചിട്ടിയാക്കിയാലും, എന്തു പറഞ്ഞാലും പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തെ കൈവടിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമുണ്ട്. നമുക്ക് ഭക്ഷണം നൽകിയത് ഇപ്പോഴല്ലേ? ശങ്കര, നീലകണ്ഠ എന്ന് വിളിച്ച് തോടിൽ പിടിച്ച് വരുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ്? എന്റെ മക്കളെ വിദ്യാഭ്യാസപരമായി വളരുകയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഞാൻ ഒരുപാട് മുറ്റത്ത് കഞ്ഞി കുടിച്ചവനാ. ഈ പറഞ്ഞ പ്രമാണിമാരെ മുറ്റത്തിരുന്നൊരു കഞ്ഞി കുടിച്ചവനാ. ഞാൻ വെറുതെ അല്ല ലീഗായത്. ഒന്ന് ഒപ്പം ഇരുന്ന് ചോറ് തിന്നാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒപ്പം ഇരുന്ന് പാണക്കാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചവനാ ഞാൻ. അങ്ങനെ ഒരു സമ്പ്രദായങ്ങൾ ആരെയും കാണിച്ചു തരും എവിടെയെങ്കിലും വീട്ടില്? പട്ടികജാതിക്കാരെ ഉയർന്ന സമുദായങ്ങളുണ്ടല്ലോ, അടുക്കളയിൽ ഡൈനിങ് ഹാളിൽ കയറിയിട്ട് ഏതെങ്കിലും ശങ്കരൻ നായരുടെ നമ്പൂതിരിന്റെ ഒപ്പം ഇരുന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റ് അവിടെ വെച്ച് പോരാൻ എവിടെയെങ്കിലും കാണിച്ചു തരുമോ? കാണിക്കില്ല. ഏത് രാങ്ങാട്ടൂരിന്റെ ഇവിടെ ഇരിക്കുന്ന ഈ മുസൽമാന്റെ അടുക്കളയിൽ കയറി ഒപ്പം ഇരുന്ന് ഭക്ഷണം കൈ കഴുകിയിട്ട് പുറത്തേക്ക് പോരാം. ആ പാത്രത്തെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ചന്ദ്രൻ അത് കഴിഞ്ഞു. നക്ഷത്രം ഇന്നലെ ജനുവരി മാസം 14-ാം തീയതിയാണ്. ജനുവരി 14-ാം തീയതി എന്താ പ്രത്യേകത? ആ പ്രത്യേകത എന്തെയാണ്? ആ നക്ഷത്രം എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ചിഹ്നം
സ്വാമിയെ ശരണമയ്യപ്പ. എരുമേലി പേട്ട തുള്ളിയ ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ ഇസ്ലാം വർഗീയമാണ്, മുസ്ലിം ലീഗ് തീവ്രമാണ്, വർഗീയമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന നാവ് കൊണ്ട് എരുമേലി പള്ളിയിൽ ചെന്ന് സ്വാമിയെ ശരണമയ്യപ്പ. ഇടക്കട്ടിൽ ബാബര് സ്വാമി ആരാണ്? ഇസ്ലാം ജനിച്ച മുസൽമാനാണ്. ബാബര് നടയിൽ കാണിക്കയിട്ട് പള്ളിയിൽ കയറി പേട്ട തുള്ളുന്ന ഒരു ഹൈന്ദവനും ഇസ്ലാം വിരോധിയാണ് എന്ന് പറയാൻ അവന്റെ നാവ് ഒരിക്കലും പറയാൻ പാടില്ല. ആ നക്ഷത്രം തിരുവാഭരണം പേടകം ശബരിമല സന്നിധാനം 18-ാം പടി കയറി പേടകം ശബരിമല സന്നിധാനത്തിലെ അകത്തെ കയറ്റിയാൽ പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, ഈ നക്ഷത്രം പാകിസ്ഥാന ചിഹ്നമാണെന്ന് എന്ന് പ്രചരിപ്പിക്കുവാൻ ആകാശത്ത് വട്ടമിട്ട് വരുന്നു പറക്കുമ്പോ അതിന് നടുവിൽ ഒരു നക്ഷത്രം ഉദിച്ചു വരുന്നു. ആ നക്ഷത്രത്തെ ലക്ഷോപലക്ഷം ഹൈന്ദവ സഹോദരന്മാർ കൈകൂപ്പി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്നുവെങ്കിൽ ആ നക്ഷത്രം പാകിസ്ഥാന്റെ ചിഹ്നമല്ല എന്ന പരമാർത്ഥമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എവിടെയാണ് പാകിസ്ഥാൻ ചിഹ്നം നക്ഷത്രം? ഈസാ നബി അലൈഹി ഇസ്ലാം യേശുക്രിസ്തുവിന്റെ ജന്മദിനം ഡിസംബർ 25-ാം തീയതി ലോക ക്രിസ്ത്യാനികൾ ഈ നക്ഷത്രം കെട്ടിത്തൂക്കുന്നു, ലൈറ്റ് ഇട്ടിട്ട്. ആകാശത്ത് കോടാനുകോടി നക്ഷത്രമുണ്ട്. അതൊക്കെ പാകിസ്ഥാന്റെ ചിഹ്നമാണോ? എനിക്കൊന്നേ പറയുള്ളൂ എന്റെ സമുദായത്തോട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആരെയും തകർക്കാനല്ല, ഒരു ഹിന്ദുവിനെയോ ഒരു മുസൽമാനെയോ തകർക്കാനല്ല, നമ്മുടെ സമുദായത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം. അതാരുടെയും കൂടെ കുറുവടിയേന്തി വാളേന്തി ചുരുകയേന്തി അവിടെ പിന്നാലെ പോയി നശിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സാമുദായിക ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയുടെ ഈ സംഘടനയുടെ സാധിക്കണം. ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അഖിലേന്ത്യാ കൗൺസിലാണ് ഞാൻ. ആ മുസ്ലിം ലീഗ് പ്രവർത്തകരായ എന്നെ ഈ ലീഗെത്തിച്ച് മുസ്ലിം ലീഗ് എന്ന ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തമ്പുരാക്കന്മാർ വന്ന് എന്റെ മുമ്പിൽ സേർ എന്ന് പറയുമ്പോൾ ആ സേർ എന്ന് വിളിപ്പിച്ചത് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങന്മാരുമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ മൂന്നൂർ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ നമ്മുടെ ബക്കർ ചെർണൂറാണ്. ആ ബക്കർ ചെർണൂർ ജില്ലാ പഞ്ചായത്തിന് മെമ്പറാണ്. തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിലെ പട്ടികജാതിക്കാരുടെ എല്ലാ സമുദായങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫിന്റെ ഉദ്ഘാടന കർമ്മം കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നിർവഹിക്കുന്നതാണ് അറിയിക്കുന്നു. അടുത്തതായി ഈ സദസ്സിന് ചുരുങ്ങിയ വാക്കുകൊണ്ട് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി MA ഖാദർ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 52 SC സംഘങ്ങൾക്ക്, പട്ടികജാതി സംഘങ്ങൾക്ക് സിംഗാരി മേളം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് 2 ലക്ഷം രൂപ വെച്ചിട്ട് 1.50 ലക്ഷം വെച്ചിട്ട് അടുത്ത ഫെബ്രുവരിയിൽ അത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിലേറെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഗുണകരമായ ഒരു സംഭവം ഏതാനും ദിവസത്തിനുള്ളിൽ പത്രമാധ്യമം നിങ്ങൾ അറിയിക്കും എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ബഹുമാനനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിയാജി, ഏറ്റവും ബഹുമാനമുള്ള പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ദീഖ് അലി, വേദിയിലെ കാരണവന്മാർ, സദസ്സിലെ കാരണവന്മാർ, വേദിയിലെ ബഹുമാന്യരായ സംഘാടകർ, പ്രിയപ്പെട്ട നാട്ടുകാര സുഹൃത്തുക്കളെ, സംഘാടകർ വളരെ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണമൊക്കെ കൃത്യമായി ലഭിച്ചിരുന്നു. വരണം എന്ന് കൃത്യമായി ആഗ്രഹിച്ചതും അതിന് പ്ലാൻ ചെയ്തതുമാണ്. അതിനിടയ്ക്ക് ഒരു ആശുപത്രി കേസ് സംഭവം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി തിരിച്ചു വരുന്നത്. എന്തായിരുന്നാലും ഇത് അവസാനിക്കുന്നതിന് മുമ്പ്, മാത്രമല്ല ഇത് തുടങ്ങുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഇവിടെ തിരിക്കുന്നത്. യോഗം തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യോഗം തുടങ്ങാൻ സിദ്ദീഖ് അലി തുടങ്ങിയാൽ പിന്നെ ഇഷ്ടംപോലെ സമയം ബാക്കിയാണ്. അതിനപ്പുറത്ത് നല്ലൊരു പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞു. റഷീദ് വെങ്ങളം അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ്റെയും സംസാരം വളരെ ഗംഭീരമായി നടന്നിട്ടുണ്ട്. MH നഗർ കളിയാട്ടമുക്ക് പ്രദേശത്തെ സംഘടനാ പ്രവർത്തനത്തിൽ ദശാബ്ദങ്ങളുടെ ഇഴബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൽ അല്പം പിന്നോട്ടടിച്ചിരുന്ന കാലത്ത്, വീടുകളിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത കാലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച്
വാർഡ് കമ്മിറ്റിയും ടൗൺ കമ്മിറ്റിയും പലപ്പോഴായി ഉണ്ടാക്കുകയും ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ഇവിടെ നിന്ന് ജയിക്കുന്ന വാർഡ് മെമ്പർമാർ മുഴുവൻ മുസ്ലിം ലീഗുകാരാണ് എന്ന അഭിമാനകരമായ സ്ഥിതിയിലേക്ക് മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കാൻ ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുന്നോട്ട് വന്നിരിക്കുന്നു. ചില ഭീഷണികളൊക്കെ വന്നു. ആ ഭീഷണികളൊക്കെ ലീഗാണ് പ്രധാനം എന്ന് കൃത്യമായി വരച്ചു കാണിച്ചുകൊണ്ട് എഴുതിത്തള്ളാൻ നമുക്ക് സാധിച്ചു. എല്ലാ നിലക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. 2-ാം തീയതി നമ്മുടെ മണ്ഡലത്തിലെത്തുന്ന, പ്രത്യേകിച്ച് മൂന്നിയൂർ പഞ്ചായത്തിലെത്തുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കേരള യാത്ര ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്താണ് അതിന് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. നമ്മുടെ പഞ്ചായത്തിലൂടെയാണ് മണ്ഡലത്തിൻ്റെ പ്രയാണമുള്ളത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും പഞ്ചായത്തിൻ്റെ സ്വീകരണ കേന്ദ്രമായ ചേളാരിയിലും തുടർന്ന് അങ്ങോട്ട് നമ്മുടെ പ്രദേശങ്ങളുമൊക്കെ, ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഗൃഹസമ്പർക്ക പരിപാടിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടാകും എന്നാണ്. എന്തായിരുന്നാലും എല്ലാ വീടുകളിലും നമ്മുടെ ശത്രുക്കളോ മിത്രങ്ങളോ എന്ന് നോക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ വിരോധികളാണ് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളുടെ കയ്യിൽ നമ്മുടെ ലഘുലേഖ എത്തണം, നമ്മുടെ സന്ദേശം എത്തണം, അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ സ്വീകരിക്കണം. എന്തായിരുന്നാലും ഈ സന്ദേശം ഈ രാജ്യത്തിൻ്റെ തെറ്റായ വഴിക്കുള്ള ഒരു പോക്കിനെ തിരുത്തി കുറിക്കാനുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ യാത്ര നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കും. അതിനെല്ലാവിധ സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് നാളത്തെ മണ്ഡലം കൺവെൻഷനിലേക്കും എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ലീഗ് വിരോധികൾക്ക് ചെറിയുടെ ബാലപ്പെടുത്തെടുക്കുന്ന സിദ്ദീഖ് അലി രാഘാട്ടർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തെ അധ്യക്ഷന് വേണ്ടി സാദരം സ്വാഗതം ചെയ്യുന്നു.